Good morning. Morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, all. Payarana? Ma'am. Yeah. Okay. Good morning to all. My God, I close my eyes and ask you to give me the light of knowledge and the brightness of my heart and good knowledge. Thank you. Okay, thank you. Sign in and thought of the day. ആരും അസൈൻ ചെയ്തിട്ടില്ല ആർക്കും ആരാണ് ഞാൻ ചെയ്യാം ഓക്കെ ചെയ്യണം മാം ഞാൻ ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ല ഇന്നത്തെ മലയാളത്തിൽ ചെയ്തോട്ടെ ഓക്കേടാ ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്നത്തെയും പോലെ ഇന്നത്തെ ഒരു പുതിയ ദിവസം നമുക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നായിട്ട് ഒരു ചെറിയ കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് വേറെ ഒന്നുമല്ല അറിവ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിൽ അറിവ് നേടാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഇന്നത്തെ ദിവസം കാത്തിരിക്കുന്നത് ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് ആശംസിക്കുന്നു വിദ്യാധനം സർവ്വധനാൽ പ്രധാനം നമ്മൾ എല്ലാവരും കേട്ടിട്ടില്ലേ അതെ വിദ്യ തന്നെയാണ് ഏത് കാലത്തെയും ഏറ്റവും മഹത്തായ ധനം അതാർക്കും അപഹരിക്കാനോ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുത്താനോ കഴിയില്ല നാളെ ഒരു തലമുറയ്ക്ക് പുതിയ അറിവുകൾ പകർന്നു നൽകേണ്ടവരാണ് നമ്മൾ എല്ലാവരും നമ്മൾ നേടുന്ന വിദ്യാഭ്യാസം നമ്മളെ ശക്തരാക്കട്ടെ എന്ന് എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നെൽസൺ മണ്ടേല പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ വിദ്യാഭ്യാസമാണ് ഈ ലോകത്തെ മാറ്റിമറിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമെന്ന് അതെ നാളെ നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്തെ മാറ്റിമറിക്കാൻ ആ വിദ്യാഭ്യാസം ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം ഇന്ന് നമുക്ക് അറിവ് പകർന്നു തരാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും അപർണ മിസ്സാണ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആൻഡ് വെരി ഗുഡ് മോർണിംഗ് മാം എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിക്കുന്നു ആൻഡ് ദിസ് ഇസ് ജീന സൈനിങ് കൺവ്യാസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സൈനിങ് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് നല്ല പ്രസന്റേഷൻ ഓക്കെ ഞാൻ ഒട്ടും പ്രിപ്പയർ ആയിരുന്നില്ല മാം സുഖമില്ലാതെ കുറച്ച് ദിവസമായിട്ട് ഒട്ടും പ്രിപ്പയർഡ് അല്ലാണ്ട് ഇങ്ങനെയാണെങ്കിൽ പ്രിപ്പയർ ചെയ്ത് എങ്ങനെയായിരിക്കും അല്ലെ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറഞ്ഞതാണ് ഓക്കെ നല്ല രസമുണ്ട് കേട്ടോ താങ്ക് യു അപ്പൊ നമ്മള് തോട്ട് ഓഫ് ദ ഡേ ആകാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ തോന്നുന്നു സൈനിങ്ങും തോട്ട് ഓഫ് ദ ഡേയും ഒരുമിച്ചായിരുന്നു ജീന പ്രസന്റ് ചെയ്തത് എന്ന് തോന്നുന്നു അതില്ലേ നമുക്ക് എല്ലാവർക്കും തോന്നിയത് യെസ് മാം അടിപൊളിയായിരുന്നത് ഓക്കെ നോക്കാം നമുക്ക് നമ്മളിനി എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് മൊമെന്റ്സ് ആണ് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഈ മൊമെന്റ്സ് എന്ന് പറയുന്നത് സാർ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ വെറുതെ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കുട്ടികളായിരിക്കും ഒത്തിരി ഡെവലപ്മെന്റ് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കുട്ടികളായിരിക്കും ഞാൻ പിന്നെ പറഞ്ഞു വീട്ടിൽ തന്നെ ഇരിക്കുന്ന കുട്ടികളാണ് ചെറിയ കുട്ടികൾ എന്താണ് വീട്ടിൽ നിന്ന് അവിടെ പോകില്ല പുറത്തേക്കൊന്നും പോകില്ല ജസ്റ്റ് വീടിന്റെ അകത്ത് തന്നെയായിരിക്കും ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത് അങ്ങനത്തെ കുട്ടികളായിരിക്കും പെട്ടെന്ന് ഡെവലപ്മെന്റ് ഗ്രോത്തും ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ വീട്ടിലിരിക്കാതെ അല്ലെങ്കിൽ എപ്പോഴും ഓടിച്ചാടി കളിച്ച് നടക്കുന്ന കുട്ടികൾക്കായിരിക്കും ഡെവലപ്മെന്റ് കൂടുതൽ എപ്പോഴും കളിക്കാനൊക്കെ പോകുന്ന കുട്ടികളാണ് ഒരു എക്സാമ്പിൾ ഒക്കെ നിങ്ങളോട് പറഞ്ഞു എന്ന് തോന്നുന്നു അപ്പൊ നമ്മുടെ മോണ്ടിസോറി ഇത് കണ്ട് അല്ലെങ്കിൽ മോണ്ടിസോറി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് കുട്ടിയുടെ മൊമെന്റ്സിനാണ് ഒരു കുട്ടി അടങ്ങി ഒതുങ്ങി ഇരിക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ
ജസ്റ്റ് ടീച്ചേഴ്സ് എന്താണ് പറയുന്നത് അതാണ് ചെയ്യുന്നു, അവിടെ തന്നെ അനങ്ങാതിരിക്കുകയാണ്. അത് ഡിസിപ്ലിൻ ആണ്. അവർ നമ്മൾ ഫോഴ്സ്ഡ് ഡിസിപ്ലിൻ ആണത്. അവർ നിർബന്ധിച്ച് അവിടെ ആ ഒരു ബെഞ്ചില് അല്ലെങ്കിൽ ഒരു ബെഞ്ചും ഡെസ്കും വെച്ച് ആ ഒരു ഫോഴ്സ്ഡ് ഡിസിപ്ലിൻ ആണോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇത് നമ്മുടെ മൂവ്മെന്റ്സ് ആണെങ്കിൽ, ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ മൂവ്മെന്റ്സ് ആയിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ. കാരണം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ക്ലാസ് റൂമിൽ ഒരു ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ നമ്മൾ ഇമ്പോസ് ചെയ്തൊരു എന്താണ് ഒരു ഡിസിപ്ലിൻ ആയിരിക്കും നമ്മൾ സാധാരണ നോർമൽ ക്ലാസ് റൂമിൽ കാണുന്നത്. നോർമൽ ക്ലാസ് റൂമിൽ നമ്മൾ കാണുന്നത് നമ്മൾ ഇമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആയിരിക്കും സാധാരണ രീതിയിൽ കാണാറ്. പക്ഷേ മോണ്ടിസോറി നോർമൽ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഈ ഒരു ക്ലാസ് റൂം ഒന്ന് പ്രിഫർ ചെയ്താൽ മതി. നമ്മൾ ഇമ്പോസ് ചെയ്ത് അവർ അത്രയും ഫോഴ്സ് ചെയ്ത് അത്രയും ടൈം നമ്മളവിടെ അവർ നിർബന്ധിച്ച് എന്ത് ചെയ്യാണ്, നമ്മള് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവരെ നമ്മൾ എന്താ പറയാ കമ്പൽ ചെയ്യാം. അവരുടെ എഴുന്നേക്കാൻ പാടില്ല, വിത്തൗട്ട് പെർമിഷൻ അവരുടെ എഴുന്നേക്കാൻ പാടില്ല, അവരുടെ സ്വന്തം ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് നമ്മൾ എവിടെ പറയുന്നത്, നോർമൽ ക്ലാസ് റൂമിൽ പറയുന്നത്. നമ്മളവിടെ അവർക്ക് ഫ്രീഡം കൊടുക്കുന്നില്ല, ഒരു കാര്യത്തിൽ മൂവ്മെന്റ്സിന് പോലും ഫ്രീഡം കൊടുക്കില്ല. ഇനി എന്തെങ്കിലും മൂവ്മെന്റ്സ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, പെർമിഷൻ വാങ്ങിക്കണം. എന്ത് ചെയ്യണം, അവിടെ ക്ലാസ് ടീച്ചറിനോടോ അല്ലെങ്കിൽ ക്ലാസ്സിലെ റെപ്രസെന്റേറ്റീവിനോടോ പെർമിഷൻ വാങ്ങിച്ചിട്ട് വേണം അവർക്കൊന്ന് എഴുന്നേക്കുന്നെങ്കിൽ പോലും. എക്സ്ക്യൂസ് മീ അങ്ങനെ ചോദിച്ചിട്ടായിരിക്കും ആ കുട്ടി എഴുന്നേക്കുന്നത്. കാരണം എന്താണ്, പെർമിഷൻ ടീച്ചർ തന്നാൽ മാത്രമേ നമുക്ക് അവിടെ എഴുന്നേക്കാനുള്ള ആ ഒരു റൈറ്റ്സ് അല്ലെങ്കിൽ എഴുന്നേക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് നോക്കി ഓരോ കുട്ടികളും നമുക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്. അവർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, നല്ല ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അവർക്ക് അവരുടെ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം, എവിടെ വേണമെങ്കിലും ഇരിക്കാം. അവർക്ക് ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും ആ ക്ലാസ്സിൽ എവിടെ വേണമെങ്കിലും നടക്കാം, വേണമെങ്കിൽ നമുക്ക് വരാന്തയിൽ പോയിരിക്കാം. അപ്പോൾ നമ്മളിവിടെ ഫുൾ ഫ്രീഡം ആണ് കുട്ടിക്ക് കൊടുക്കുന്നത്. ഇങ്ങനത്തെ കുട്ടികൾക്ക് പെട്ടെന്ന് ഡെവലപ്മെന്റ് സംഭവിക്കും, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. കാരണം അവര് അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് എപ്പോഴും ഇങ്ങനെ ഇരിക്കുകയല്ല ചെയ്യുന്നത്, അത് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാണ്. ദെൻ അവരിൽ നല്ല ഗ്രോത്ത് നമുക്ക് പെട്ടെന്ന് ചൈൽഡ് ഗ്രോത്ത് നമുക്ക് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചു തുടങ്ങും. സാധാരണ നോർമൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മോണ്ടിസോറി സ്കൂളിലെ കുട്ടികൾക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യും, പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് അവർ പഠിക്കും. അവരുടെ പഠിപ്പിക്കുന്ന നമ്മൾ നോർമൽ എങ്ങനെയാണോ നമ്മുടെ എൻവയോൺമെന്റ് ഉള്ളത് അതായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഗെയിമുകളുടെ രൂപത്തിലാണ് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. സോ നമുക്കത് കുറച്ചും കൂടി എന്താണ് ഒരു കംഫർട്ടബിൾ ആണ് ഇവിടെ. സോ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളുടെ ഇടയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് മൂവ്മെന്റ്സ്. ഒരു മൂവ്മെന്റ്സും ഇല്ലാത്ത കുട്ടികൾക്ക് ഡെവലപ്മെന്റ് സ്ലോ ആയിരിക്കും. നല്ല മൂവ്മെന്റ്സ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സാധാരണ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് അതും കൂടുതലായിരിക്കും. എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ബ്രെയിൻ ഡെവലപ്മെന്റും അല്ലെങ്കിൽ മൈൻഡ് അതേപോലെ പെട്ടെന്ന് ഡെവലപ്പ് ആവും. നമ്മൾ പറയാറുണ്ട് ഹെൽത്തി മൈൻഡ് ഇൻ ഹെൽത്തി ബോഡി. നല്ലൊരു ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സ് കുടികൊള്ളുള്ളൂ. അപ്പൊ എന്താണ്, നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെന്റ് എന്താണ്, നല്ല സ്പീഡി ആയിരിക്കും. സോ അവർക്ക് നല്ലൊരു പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഞാൻ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തോന്നുന്നു, എന്നാലും ഓരോ പാരഗ്രാഫ് ഓരോരുത്തരായിട്ടൊന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, വായിക്കാലോ? യെസ് മാം, ഞാൻ വായിക്കാം. ഓക്കെ. Unit 8, Movement. Montessori described that movement is a very important factor in a child's development. Montessori wrote that many schools tend to give preference to lessons which involve using your acumen, and movement is normally placed under exercise, physical education or games. If that is done, the close connection that movement and the developing mind intellect has will be neglected. Okay.
നമ്മൾ പറയുന്നത് മോണ്ടിസോറിയെ നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മൂമെന്റ്സ് ആണ്. പക്ഷേ സാധാരണ നോർമൽ സ്കൂളിലാണെങ്കിൽ ഈ മൂമെന്റ്സിന് ടൈം കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അവർ അല്ലെങ്കിൽ PT അവറോ അല്ലെങ്കിൽ എക്സസൈസോ ഗെയിംസോ ആ ഒരു ചെറിയൊരു ടൈമിൽ മാത്രമാണ് നമുക്ക് മൂവ്മെന്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളൂ. അല്ലാതെ നമുക്ക് ക്ലാസ്സിൽ എഴുതിയിട്ട് നിൽക്കണമെങ്കിൽ പോലും ഞാൻ പറഞ്ഞ പോലെ പെർമിഷൻ വാങ്ങിക്കുന്നതായിട്ട് വരും. സോ അവരുടെ മൂവ്മെന്റ്സ് എല്ലാം അവിടെ എന്ത് ചെയ്യാണ്, നെഗ്ലക്ട് ചെയ്യാണ്. അല്ല, നമ്മുടെ ബോഡി നല്ല രീതിയിൽ മൂവ് ചെയ്താലും നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബ്രെയിൻ ഡെവലപ്മെന്റ് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള സാധാരണ കുട്ടികളുടെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കഴിവ് നമ്മൾ അവിടെ നെഗ്ലക്ട് ചെയ്യാണ്, പരിഗണിക്കുന്നില്ല. ചില സ്കൂളിലൊക്കെ ആണെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അവർ പോലും അവർ ഗ്രൗണ്ടിലൊന്നും കൊണ്ടുപോകാറില്ല. ചിലപ്പോൾ മാത്സ് ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോർഷൻസ് തീരാത്തില്ലെങ്കിൽ അതായിരിക്കും എടുക്കുന്നത്. അവർക്ക് ടൈം നമ്മൾ പ്രൊവൈഡ് ചെയ്യാറില്ല. ഈ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസിനും മൂവ്മെന്റ്സിനും വേണ്ടിയിട്ട് നമ്മൾ ടൈം അവർക്ക് പ്രൊവൈഡ് ചെയ്യാറുള്ളത് നോർമൽ ആണ്. ഞാൻ കണ്ടുവന്നിട്ടുള്ള മിക്ക സ്കൂളുകളിലും ഇതേപോലെ ഡ്രില്ലിന് ഇപ്പൊ 8th വരെ 9th വരെ ഒന്നോ PT അവർ ഉണ്ട്, എല്ലാവർക്കും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒരു അവർ ഉണ്ട്. പക്ഷെ അത് പോലും പെർമിറ്റ് ചെയ്യാത്ത സ്കൂളുകളുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അത് നോർമൽ സ്കൂളാണ്. പക്ഷെ നമ്മൾ മോണ്ടിസോറിയിലാവുമ്പോൾ നമ്മൾ അവർക്ക് മൂവ്മെന്റ്സിന് ഫുൾ ഫ്രീഡം കൊടുക്കുന്നു. അവരൊരു ആക്ടിവിറ്റി ചെയ്ത് അത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മൾ ചോദിക്കില്ല അവരോട് എന്താണ് നീ എവിടെ പോകുന്നു അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുള്ളൂ, മാറി നിന്നിട്ട് ഒബ്സർവ് ചെയ്യണം അവൻ എന്താണ് ചെയ്യുന്നത്, അവൻ കറക്റ്റ് ആണോ ചെയ്യുന്നത്. കറക്റ്റ് അല്ലെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് പറയും ഇങ്ങനെ എണ്ണ വെക്കുന്നത് അല്ലെങ്കിൽ ഈ റോയിലെണ്ണ വെക്കുന്നത്. അവൻ വെച്ചോളൂ. അതും 1-2 പ്രാവശ്യം നമ്മൾ ചെറുതായിട്ട് ഇൻസ്ട്രക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ പിന്നെ നോർമലി എന്താവും നമ്മളുടെ ആ ഒരു രീതിയിലേക്ക് അത് വരും. നമ്മളവിടെ മൂവ്മെന്റ്സിന് ഒരിക്കലും റെസ്ട്രിക്ഷൻ കൊടുക്കുന്നില്ല. അത് റെസ്ട്രിക്ഷൻ കൊടുക്കാത്തതുകൊണ്ട് തന്നെ നമ്മുടെ മൂവ്മെന്റ്സ് നല്ല എന്താ പറയാ നല്ല ഒരു അച്ചടക്കം നമുക്ക് കുട്ടികളിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അവര് അനാവശ്യ കാര്യങ്ങൾക്കല്ല, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഏതാണ് ഗുഡ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ബാഡ് മൂവ്മെന്റ്സ് ഏതാണ് പെർഫെക്റ്റഡ് അതിനെ കുറിച്ചിട്ട് നല്ല അറിയുണ്ടാവും. സോ നെക്സ്റ്റ് പാരഗ്രാഫ് ആരാ റീഡ് ചെയ്യുന്നത്? മാം ഞാൻ വായിക്കാം. ഓക്കെ എന്നാ. Montessori is said to help the development of the mind, the brain being the center of thought, and then movement carried out by signals which the brain sends. It is not just used to help us breathe and move, but also to develop if the action which occurs is connected with the mental activity going on. This is linked with us being able to move, enables us to analyze and learn about our surroundings, and also enables us to express our personality. So, as Montessori writes, the greatest of the philosophers must be speech or writing to convey his ideas, and this involves muscular movements. Our movements allow us to contact our outside world, bringing alive our creative thoughts and the crucial role it plays in creating relationships. She states that movement is therefore an essential part of life, and education cannot be seen as moderating or restrain it. ഓക്കെ, നമ്മളിവിടെ പറയുന്നത് മൂവ്മെന്റ്സ് നമ്മുടെ മൈൻഡിന്റെ ഡെവലപ്മെന്റ്, ബ്രെയിൻ ഡെവലപ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് ഏത് മൂവ്മെന്റ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞു മൂവ്മെന്റ്സ് കൂടുതൽ നല്ല രീതിയിൽ മൂവ്മെന്റ്സ് ഉള്ള കുട്ടികളിൽ പെട്ടെന്ന് ബ്രെയിൻ ഡെവലപ്ഡ് ആവും, അല്ലെങ്കിൽ അവരുടെ മെന്റൽ ഡെവലപ്മെന്റ് ഫാസ്റ്റർ ആയിരിക്കും സാധാരണ നോർമൽ ചിൽഡ്രൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. മോണ്ടിസോറിലേക്ക് വരുമ്പോൾ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് എന്താണ് കൂടുതൽ ഫാസ്റ്റ് ആയിരിക്കും. സോ നോർമൽ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മളിപ്പോ മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹാർട്ട് അതേപോലെ തന്നെ ലങ്സ് എല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ റെസ്പിറേഷൻ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഈ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങൾ പ്രാക്ടീസ് സെഷനിലേക്ക് പോകുമ്പോൾ ഹാൻഡ് മൂവ്മെന്റ്സിനെ കുറിച്ച് പഠിക്കും. നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മൾ നടക്കുന്നു, നിൽക്കുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, ആ മൂവ്മെന്റ്സ് ആണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ മൂവ്മെന്റ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെന്റൽ മൈൻഡായിട്ട് വളരെ കണക്ഷൻ ഉള്ളതാണ്. നമ്മുടെ ആക്ഷൻസ്, ഓരോ ആക്ഷൻസും നമ്മുടെ മൈൻഡായിട്ട് മെന്റൽ ആക്ടിവിറ്റി ആയിട്ട് കണക്റ്റഡ് ആണ്. സാധാരണ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഒരുപാട് ഫിലോസഫേഴ്സ് പറയുന്നുണ്ട് ഈ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടീനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ഒരുപാട് ഫിലോസഫർ നമ്മളുടെ ഈ ഒരു വ്യൂ പോയിന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൂവ്മെന്റ്സ് നമ്മൾ പുറത്തെ വേൾഡ് ആയിട്ട് അല്ലെങ്കിൽ ഔട്ട്സൈഡ് വേൾഡ് ആയിട്ട് നമുക്ക് എന്ത് ഇന്ററാക്ഷൻ കൊണ്ടുവരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് എന്ത് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് തോട്ട്സ്, അതേപോലെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾസ്, ക്രിയേറ്റീവ് റിലേഷൻഷിപ്പ്, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ മൂവ്മെന്റ്സ് ഉണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം.
നമ്മള് വീടുകളിലൊക്കെ സാധാരണ നല്ലൊരു എക്സാമ്പിൾ ആണ്. 2 കുട്ടികളുടെ വിചാരിക്കുന്ന വീട്ടില് മൂത്ത ആള് ഒന്നും ചെയ്യില്ല, വീട്ടിൽ വെറുതെ ഇരിക്കും. വീടിന്റെ അകത്ത് തന്നെ ഒതുങ്ങിക്കൂടി ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണ്ട, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പുറത്ത് കളിക്കാനൊന്നും പോകില്ല, എവിടെയും പോകില്ല, അങ്ങനെ വേറെ കോണ്ടാക്റ്റുകളൊന്നുമില്ല. ഓക്കെ. ഇളയാള് ഓപ്പോസിറ്റ് ആണ്. ഫുൾ ടൈം വീട്ടില് ഉള്ളതിനേക്കാളും കൂടുതൽ ടൈം അവൻ പുറത്തായിരിക്കും. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവനേക്കാളും മുതിർന്ന ഫ്രണ്ട്സിനെ അവന് പരിചയം, അവന്റെ ചേട്ടൻ അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ് അവനെ പരിചയമുണ്ട്, അതേപോലെ അവിടുത്തെ ആൾക്കാർക്കൊക്കെ അവനറിയാം. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ത കുട്ടിയെ കുറിച്ച് ആർക്കും വലിയ അറിവൊന്നും ഉണ്ടാവില്ല. അവരെന്താണ് പെട്ടെന്ന് അവരുടെ ക്യാരക്ടർ ഡെവലപ്മെന്റിലും അതേപോലെ കുറച്ചുകൂടി ഇൻട്രോവേർട്ട് ആണ് ആള് ഓൾറെഡി. അപ്പൊ കുറച്ചുകൂടി വലിയൊരു പ്രകൃതമായിരിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ പോയി സംസാരിക്കുന്നത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, അവർ സംസാരിക്കുമ്പോൾ എന്ത് റെസ്പോണ്ട് ചെയ്യണം എന്നൊന്നും ഈ കുട്ടിക്ക് മൂത്ത ആൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഇളയ ആൾക്ക് ഓൾറെഡി ഇതറിയാം. കാരണം അവരത് ഓൾറെഡി സോഷ്യൽ ഇന്ററാക്ഷൻസ് മുഖേന ഒരുപാട് ഗെയിം അതേപോലെ കുട്ടികളുടെ ഒപ്പം ഒരുമിച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത്, ഇപ്പൊ സൈക്ലിംഗ് ആവട്ടെ, അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് അവർ നല്ല രീതിയിൽ എന്താണ് നിങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു റിലേഷൻഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഏത് കുട്ടിക്കായിരിക്കും പെട്ടെന്ന് സൊസൈറ്റി ആയിട്ട് ആക്ട് ആവുന്നത്, പെട്ടെന്ന് സൊസൈറ്റി ആയിട്ട് മിങ്കിളാവുന്ന ഏത് കുട്ടിയായിരിക്കും? 2ാമത്തെ കുട്ടിയായിരിക്കും. 3ാമത്തെ കുട്ടി എപ്പോഴും ഒരു എന്താ പറയുക ഒരു തടസ്സം അവന്റെ മുമ്പിൽ ഉണ്ടാവും. പെട്ടെന്ന് അവൻ അങ്ങോട്ട് അടുക്കാനോ അല്ലെങ്കിൽ മറ്റ് സൊസൈറ്റിയിലെ മറ്റ് മെമ്പേഴ്സിനോടൊപ്പം കൊളാബറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാനൊക്കെ ഒരു ഭയങ്കര ഒരു പ്രശ്നമായിരിക്കും. പക്ഷെ അവൻ നന്നായിട്ട് പഠിക്കും, അങ്ങനെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൻ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഡെവലപ്മെന്റ് സ്ലോ ആയിരിക്കും. പക്ഷേ അത് നമ്മൾ ആലോചിച്ചിട്ട് ഈ 2 കുട്ടികൾ നോർമൽ സ്കൂളും മോണ്ടിസോറി സ്കൂളാണെന്ന് വിചാരിക്കും. നോർമൽ സ്കൂളിലെ കുട്ടികൾ നമ്മൾ ഭയങ്കരമായിട്ട് അച്ചടക്കത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ മോണ്ടിസോറിയിൽ നമ്മൾ അവർക്ക് അവരുടെ ഫ്രീഡം കൊടുത്ത് അവരുടെ കംഫർട്ടിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അവർക്ക് അറിയാം അപ്പൊ എന്താണ് റോങ് എന്താണ് തെറ്റ്. കാരണം ചിലപ്പോൾ അവൻ ഒരു പ്രാവശ്യം ആ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് തിരുത്തി ചെയ്യാനായിട്ട് അവന് അറിയാം, ഉള്ളിൽ നിന്ന് അവന് മനസ്സിലാവും അത് റോങ് ആണ്, ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവനറിയില്ല, അവിടെ പേടിച്ച് നിൽക്കുള്ളൂ. ശരിയാണോ തെറ്റാണെന്ന് അറിയാത്തതുകൊണ്ട് ആ പേടിച്ച് നിൽക്കുള്ളൂ, അവർ ചെയ്യില്ല കാര്യം. സോ നമ്മുടെ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. നമ്മുടെ ഔട്ട്സൈഡ് വേൾഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും ക്രിയേറ്റീവ് തോട്ട്സിന്റെ കാര്യത്തിലാവും ഒരു ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് ഇത് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഷീ സ്റ്റേറ്റ് ദാറ്റ് ദ മൂവ്മെന്റ്സ് ഇസ് ദെയർ ആൻഡ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ ലൈഫ്. അതുകൊണ്ടാണ് മോണ്ടിസോറി പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് മോണ്ടിസോറി പാർട്ടാണ് ഇൻ ദ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ കനോട്ട് ബി സീൻ ആസ് മോഡറേറ്റർ ഓർ റിസ്ട്രെയിനിങ് ഇറ്റ്. നമുക്കപ്പോ എഡ്യൂക്കേഷൻ നമുക്കവിടെ ചിലപ്പോൾ മോഡറേറ്റർ ആയിരിക്കും, റിസ്ട്രെയിൻ ആയിരിക്കും. പക്ഷെ എന്നാലും വുമൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്പീഡി ആയിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. നോർമൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഇത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഡെവലപ്മെന്റ് കൈവരിക്കാനായിട്ട് പറ്റില്ല. എന്താ പറയുക, വുമൻസ് ഇല്ല, വെറുതെ ലെക്ചർ ക്ലാസ് ആണെങ്കിൽ ആ കുട്ടി അവിടെ ക്ലാസ് കേൾക്കുന്നു, അവൻ എഴുതിയെടുക്കുന്നു, വേറെ ഒരു ആക്ടിവിറ്റിയും അവൻ അവിടെ ചെയ്യുന്നത്. നമ്മൾ പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്, ഓരോ ആക്ടിവിറ്റീസും ജസ്റ്റ് ഒരു ഗെയിമിന്റെ രൂപത്തിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഗെയിമിന്റെ രൂപത്തിൽ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നമ്മളായാലും മറന്നു പോകും ഇല്ല. എന്തെങ്കിലും ഒരു നിങ്ങൾ ആരെങ്കിലൊക്കെ PSC ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ ചില ട്രിക്ക് വേർഡ്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് ചില കാര്യങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി പഠിക്കും. അപ്പൊ അത് നമ്മൾ മറക്കില്ല. നമ്മളിപ്പോ ഗെയിം അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾ പെട്ടെന്ന് മറന്നൊന്നും പോലെ. പക്ഷെ ലെക്ചറിലോട്ടാണെങ്കിൽ ആ സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ CBSE കുട്ടികളെ കളിയാക്കുന്നതല്ല. പക്ഷെ അവരെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു എക്സാമിന് വേണ്ടി മാത്രം പഠിക്കുന്ന കുട്ടികളാണ്. കമ്പാരിറ്റീവ്ലി നമ്മളുടെ സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി തിങ്കിങ് കപ്പാസിറ്റി ഉണ്ടാവും. ഇപ്പൊ നമ്മളുടെ കുട്ടികളോട് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കമ്പാരിസൺ പറയുന്നുള്ളൂ കേട്ടോ. ഈ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളോട് നമ്മളൊരു മാത്സിലെ പ്രോബ്ലം ഇട്ട് കൊടുക്കാണ്, കുറച്ച് കറങ്ങിയുള്ള പ്രോബ്ലം ആണെങ്കിൽ അവരത് ചെയ്യും, അവർക്കത് ചെയ്യാനായിട്ട് അറിയാം. കാരണം അവർക്ക് തിങ്കിങ് വേറെയാണ്. നമ്മളുടെ ടീച്ചിങ് മെത്തേഡ് തന്നെ ഒത്തിരി വ്യത്യാസമുണ്ട്. എങ്ങനെ പ്രോബ്ലം വന്നാലും ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റേറ്റിൽ പഠിപ്പിക്കുന്നത്, എല്ലാ രീതിയിലും പഠിപ്പിക്കുന്നത്. പക്ഷെ CBSE അവരെ പഠിപ്പിക്കുന്നത് നേരിട്ട് തന്നെ ക്വസ്റ്റ്യൻസും അതേപോലെ അവർക്ക് ആൻസറും കാണാപ്പാടാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ആ കുട്ടികൾക്ക് അത്രയും ചിന്തിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇവിടെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വുമൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നല്ല വുമൻസ് ഉള്ള കുട്ടികളാണ്, നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനും ചെയ്യാനും കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. വുമൻസ് കുറവാണെങ്കിൽ അവർക്ക് ആ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ ആവണം. കാരണം ഓരോ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞു കൊടുത്താൽ അവർക്കത് വ്യക്തമാവുള്ളൂ. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് ആരാ വായിക്കുന്നത്? ഞാൻ വായിക്കുന്നത്. ഓക്കെ.
The true purpose of movement is to give the ends of existence, that is the development of the mind. Mental development must be connected with movement. All movements have to have the most tricky and delicate machinery. But in man, none of it is settled at birth. It has to be formed perfectly by the child's activity in the world. The child has an internal power to bring about coordinations. Movements and activity are natural functions of childhood, and learning comes through them. Activity becomes more and more important to development. It is movement that starts the intellect working. The child coordinates his own movement and records the emotions, his experiences in coming into contact with the external world. ഓക്കെ നമ്മൾ ട്രൂ പർപ്പസ് മൂവ്മെന്റ്സിൽ ട്രൂ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ് ആണ്. മൈൻഡിന്റെ ഡെവലപ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. മെന്റൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മൂവ്മെന്റ്സ് ആയിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ബർത്തിന്റെ സമയത്ത് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ മൂവ്മെന്റ്സ് ഉണ്ടാവും. ഈ പറഞ്ഞ എല്ലാ മൂവ്മെന്റ്സും ഉണ്ടാവും. നമുക്ക് കൈകാലം എഴുന്നേക്കാൻ അനക്കാൻ പറ്റുന്നുണ്ട്, എഴുന്നേക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. ഇല്ല, നമ്മൾ മനുഷ്യരിലുള്ള ഒരു പ്രത്യേകതയാണ്. നമുക്ക് അത് ബർത്ത് നമുക്ക് എന്തില്ല, മൂവ്മെന്റ്സ് ഇല്ല. നമ്മുടെ ബ്രെയിൻ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഓരോ മൂവ്മെന്റ്സും എന്താവുന്നത്, ഫോം ചെയ്യുന്നത്, ഫോർമേഷൻ വരുന്നത്. ആദ്യം നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റ് ഗ്രോത്തിൽ എന്താ പറഞ്ഞത്, ആദ്യം കുട്ടി ചെയ്യും ആദ്യം കൈകാലൊക്കെ ഇട്ടിട്ട് കളിക്കും. 3 മാസത്തിനുള്ളിൽ അവനെന്തെങ്കിലും കമന്ന് വീഴും. 3 മാസമൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് കമന്ന് വീഴും. 8 മാസമൊക്കെ ആകുമ്പോഴേക്കും മുട്ടി എഴുതി തുടങ്ങും. ഒരു 8-9 മാസമൊക്കെ ആകുമ്പോഴേക്കും ഇരിപ്പുറയ്ക്കും. ദെൻ അവൻ പതുക്കെ എഴുന്നേറ്റ് ബാലൻസ് ചെയ്ത് നിൽക്കും. ദെൻ ആണ് ശരിക്കും ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത്. ബാലൻസ് ചെയ്ത് പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റൂല, പതുക്കെ പറ്റുള്ളൂ. പെട്ടെന്ന് വീണ് പോകും, വീണ്ടും അവൻ എഴുന്നേക്കും. അവൻ ആ മൂവ്മെന്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് അവൻ എന്ത് ചെയ്ത് തുടങ്ങും, നടക്കാനായിട്ട് തുടങ്ങും. നടന്നു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് സ്പീഡിൽ നടക്കാൻ പറ്റും. പിന്നെ അവന് ഫ്രീലി മൂവ് ചെയ്യാനായിട്ട് പറ്റും. അവന്റെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഈ മൂവ്മെന്റ്സ് കണക്റ്റഡ് ആയിരിക്കുന്നത്. കാരണം നമുക്ക് ആ ഒരു പവർ വേണം. നമ്മുടെ എല്ലാ പാർട്ടും കൂടി ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എല്ലാ പാർട്സുകളും പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യണം. മൂവ്മെന്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ആർ നാച്ചുറൽ ഫങ്ഷൻ ഓഫ് ചൈൽഡ്ഹുഡ്. നമ്മൾ ഈ പറഞ്ഞ മൂവ്മെന്റ്സും ഈ ആക്ടിവിറ്റീസ്, നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതെല്ലാം നാച്ചുറൽ ആണ്. ലേണിംഗ് കംസ് ത്രൂ ദം. നമ്മൾ അതിൽ നിന്ന് ഓരോന്ന് പഠിക്കും. നമ്മൾ കുട്ടികളെ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വീണ് പോകും. അപ്പൊ നമ്മള് കാരണന്മാരൊക്കെ പറയും, വീണാലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ അവൻ ശ്രമിച്ചാലേ അവൻ നടക്കാൻ പറ്റുള്ളൂ. അത് നമ്മളതിന്റെ മുമ്പ് വീഴണം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്താണെങ്കിൽ മൂവ്മെന്റ്സ് ഒന്നും കൊടുക്കാതെ എപ്പോഴും അവനെ, ചില വീടുകളുണ്ട്, ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറയാം. ചില വീട്ടില് ഭയങ്കര പുന്നാരായിരിക്കും, മൂത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഭയങ്കര പുന്നാരായിരിക്കും. അപ്പൊ അവരെ താഴത്ത് വെക്കാണ്ടായിരിക്കും അച്ഛനമ്മയും അമ്മയൊക്കെ കൂടി നോക്കുന്നത്. അപ്പൊ ആ കുട്ടികൾക്ക് മൂവ്മെന്റ്സ് സ്ലോ ആയിരിക്കും, അത് നടക്കാനായിട്ട് വൈകും. അങ്ങനത്തെ പ്രശ്നങ്ങൾ കണ്ടതായിട്ട് നമുക്ക് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം എന്താണ്, അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നതായിട്ട് അവർ താഴ്ത്ത് നിർത്തില്ല കുട്ടീനെ. അപ്പൊ എന്താണ്, അവന് മൂവ്മെന്റ്സ് ഇല്ല അവിടെ. പിന്നെ അവൻ എഴുന്നേറ്റ് നടന്നില്ല, 1.5 വയസ്സായിട്ടും എഴുന്നേറ്റ് നടന്നില്ല എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കാണ്. കാരണം കുട്ടിക്ക് അവരുടേതായ രീതിയിൽ ഓരോ മൂവ്മെന്റ്സും അവന്റെ അതാത് ആ ടൈമിൽ അവൻ ചെയ്ത് ശീലിക്കണം. എന്നാൽ മാത്രമേ അവന് പ്രോപ്പർ ആയിട്ടുള്ള ഗ്രോത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിലും അതേപോലെ തന്നെ മെന്റൽ ഡെവലപ്മെന്റിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പൊ നമ്മൾ കുറച്ച് എപ്പോഴും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ ആക്ടിവിറ്റീസ് കൂടുതൽ കൊടുക്കുക. നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്ത് അവന്റെ മൂവ്മെന്റ്സ് കൂടുതലായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. മൂവ്മെന്റ്സ് ദാറ്റ് സ്റ്റാർട്ട് ഇൻ ഇന്റലക്ച്വൽ വർക്കിംഗ്. അപ്പൊ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്ത് ശീലിക്കുമ്പോഴാണ് ഒരു കുട്ടിക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ മൂവ്മെന്റ്സും കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ മുതൽ അവന് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി വരും. ദെൻ അവന്റെ എക്സ്റ്റേണൽ വേൾഡ് ആയിട്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കോണ്ടാക്റ്റിലേക്ക് വരാനും അത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഡെവലപ്മെന്റ് ഓഫ് മൈൻഡിൽ. പ്രോപ്പർ ആയിട്ട് മൂവ് ചെയ്യുന്ന കുട്ടികളാണ്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, കുട്ടികളിൽ മൂവ്മെന്റ്സ് സ്ലോ ആണ്, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സ്ലോ ആണ്. അപ്പം 1.5 വയസ്സൊക്കെ കഴിഞ്ഞിട്ടും അവർ എഴുന്നേറ്റ് നടക്കുന്നില്ല, അല്ലെങ്കിൽ നടന്നു തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. 1.5 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നടന്നിട്ടില്ലെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. കാരണം ആ ഓരോ ഏജിൽ അവരുടെ മെന്റൽ ഡെവലപ്മെന്റും മൂവ്മെന്റ്സും കണക്റ്റഡ് ആണെന്നറിയാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും
എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതേപോലെ തന്നെ മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെന്റൽ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് മൂവ്മെന്റ്സ്. കൂടുതലായിട്ട് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുട്ടികളിൽ മെന്റൽ ഡെവലപ്മെന്റിന്റെ ഗ്രോ അല്ലെങ്കിൽ മെന്റൽ ഡെവലപ്മെന്റ് പെട്ടെന്ന് കൈവരിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കട്ടെ മിസ്. ആടാം. The movements the child obtained are not chosen haphazardly but are fixed, in the sense that each proceeds out of a particular period of improvement. When the child begins to move, his mind, able to absorb, has already taken in his surroundings. He is directed by a cryptic power, great and wonderful, that he manifested little by little. In this way, he becomes a man. He does it with his hands by experience, first in play, then through work. The hands are the instruments of man's intelligence. He made his mind step by step till it becomes enchanted of memory, the power of understand, and the capacity to think. ഓക്കെ നോക്കാം കേട്ടോ. മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കുട്ടികളുടെ കാര്യത്തിൽ. കാരണം നമ്മൾ ഓരോ സ്റ്റേജസിലും ഓരോ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിലും ഓരോരോ ഇംപ്രൂവ്മെന്റ്സ് നമ്മൾ കുട്ടികൾക്ക് ഒബ്സർവ് ചെയ്യാറുണ്ട്. സോ അവർ അവരുടെ ആ സറൗണ്ടിങ്സ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അത് ഒബ്സർവ് ചെയ്യും. അതനുസരിച്ച് അവർ ഈ ഓരോ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്നു, അവന്റെ മൂവ്മെന്റ്സിലേക്ക് അത് അഡാപ്റ്റ് ചെയ്യാണ്. അതിൽ നിന്ന് അവനൊരു പവർ കിട്ടാണ്. സാധാരണ പെട്ടെന്ന് ബാലൻസ് ഒക്കെ ചെയ്ത് നമ്മൾ കുട്ടികൾ നിൽക്കണം പറ്റുന്നു. അപ്പൊ അതൊക്കെ എഴുന്നേറ്റ് ബാലൻസ് ചെയ്ത് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പോകും, വീണ്ടും പോയി അടുത്ത് വീണ്ടും അതേപോലെ അവൻ വീണ്ടും അത് ആ ഒരു എഫേർട്ട് അവൻ എടുത്തായിരിക്കും ഓരോ സ്റ്റെപ്പ് വെച്ച് വെച്ച് ഇങ്ങനെ നടക്കുന്നത്. അവന്റെ മൂവ്മെന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിറ്റിൽ ബൈ ലിറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ രീതിയിലായിരിക്കും അവൻ ആ ഒരു മൂവ്മെന്റ്സ് കൈവരിക്കുന്നത്. പിന്നെ അവന്റെ മൈൻഡിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കും, ഇതിങ്ങനെ ബാലൻസ് ചെയ്യണം, എന്നിട്ട് വേണം ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കാനായിട്ട്. അങ്ങനെയാണ് അവൻ ആ മൂവ്മെന്റ്സ് അച്ചീവ് ചെയ്യുന്നത്. സാധാരണ മനുഷ്യരിൽ അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ വേയിലൂടെയാണ് ആ ഒരു കുട്ടിയിൽ നിന്ന് അവൻ നമ്മുടെ ചൈൽഡിൽ നിന്ന് ഒരു വലിയൊരു വ്യക്തിയായിട്ട് മാറുന്നത്. അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ഏതാന്ന് ഞാൻ പറഞ്ഞു. ഏത് ഇൻസ്ട്രുമെന്റ് ആണ് മാന്റെ ഇന്റലിജൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ? ഏത് ഇൻസ്ട്രുമെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ? ഏതാണ്? നമ്മുടെ ഹാൻഡ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ മൂവ്മെന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്താണ്? ഹാൻഡ്സ് ആണ്. ജസ്റ്റ് ഹാൻഡ് മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഹാൻഡ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. പഠിക്കാനുണ്ട്. He made his mind step by step till it become enhanced of memory. അതാണ് ആ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. The power to understand, capacity to think. അപ്പോ ഇവൻ നമ്മളൊരു കുട്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്നത് അത് അവന്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും, അത് അവന് ആ ഒരു വർക്ക് ചെയ്യാൻ അതൊരു കാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി അവനത് ഡെവലപ്പ് ചെയ്യാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഏത്? ഹാൻഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മൂവ്മെന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഫാക്ടർ ആണ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. മൂവ്മെന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റോള് വഹിക്കുന്നത് നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ്സ് ആണ്. ഹാൻഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് ഞാൻ വായിക്കാം മാം. ഓക്കേടാ, രണ്ട് പാരഗ്രാഫ് കൂടെ ഒരുമിച്ച് വായിക്കോട്ടാ. The human hands allows the mind to reveal itself. It enables the world begin to enter into a special relationship with its environment. His hands, under the guidance of its intellect transform this environment and thus enable him to fulfill his mission in the world. The education of the movement is very complex, as it must coincide with all the coordinated movements which the child has to enact in his physical organisms. ഓക്കേടാ,
നമ്മളിപ്പോ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്താണ് മൂവ്മെന്റ്സിൽ? ഹാൻഡ്സ് ആണ്. ഹ്യൂമൻ ഹാൻഡ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. നമ്മുടെ മൈൻഡ്, നമ്മൾ ഓരോ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ എന്തെങ്കിലും തൊട്ടൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കുകയല്ലേ ചെയ്യും. നമ്മൾ ഫസ്റ്റ് നമ്മുടെ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടേക്കാണ്? നമ്മുടെ ഹാൻഡ്സിലേക്കാണ് സാധാരണയായിട്ട് ഓരോ മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോ എന്ത് വസ്തുവാണ്, കുട്ടികൾക്ക് ഒരു കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ അവരെ ആദ്യം അതൊക്കെ ഒന്ന് പിടിച്ചൊക്കെ നോക്കും. ഇപ്പൊ ഒരു സാധാരണ വിഷ്വലി ഇംപേർഷൻ ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ പോലും നമുക്ക് എഡ്യൂക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ നമ്മൾ അവരുടെ ഹാൻഡ് മൂവ്മെന്റ്സ് ആണ്. എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് നോക്കിയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. എല്ലാ ഫാക്ടേഴ്സും തൊട്ട് നോക്കിയാണ് അവരെന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പൊ ഹാൻഡ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് നമ്മുടെ മൂവ്മെന്റ്സിന്റെ കാര്യത്തിൽ. സോ അവരുടെ എൻവയോൺമെന്റ് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്ന ഹാൻഡ് മൂവ്മെന്റ്സ് ആണ്. സോ നമ്മൾ മോണ്ടിസോറിയിൽ വരുമ്പോൾ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആക്ച്വൽ എൻവയോൺമെന്റിൽ കാണുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അവർക്ക്, നമ്മുടെ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ തൊട്ട് നോക്കി കണ്ടും മനസ്സിലാക്കാനായിട്ട്, അപ്പൊ ഗ്ലാസ് ആണെങ്കിലും ബൗൾ ആണെങ്കിലും ഇതെല്ലാം നമുക്ക് തൊട്ട് നോക്കാനും കണ്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇതിന്റെ അവസരങ്ങളുണ്ട്. അവർക്ക് അത് യൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതെങ്ങനെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യണം, അതെന്തൊക്കെ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഹാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ മെന്റൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ദ മൈൻഡ്, പിന്നെ വരുന്നത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നത് ഏതാണ്? നമ്മുടെ ഹാൻഡ്സിന്റെ കാര്യമുണ്ട് എപ്പോഴും മനസ്സിലേക്ക് വരുന്നത്. കാരണം ഇത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കാം. നിങ്ങൾ മൂവ്മെന്റ്സ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കാം ഡെവലപ്മെന്റ് ഓഫ് ദ മൈൻഡ്, പിന്നെ വരുന്നത് ഹാൻഡ് മൂവ്മെന്റ്സിന്റെ കാര്യമാണ്. സോ നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ, നമ്മുടെ വേൾഡിലേക്ക് വന്ന കാര്യങ്ങൾ ഓരോന്നും മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് നമ്മുടെ ഹാൻഡ് എന്ന് പറയുന്നത്. അപ്പോ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും നമ്മുടെ കയ്യോ കാലോ എങ്ങാനും ഒടിഞ്ഞ് കിടന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ചെറുപ്പത്തിലോ എപ്പോഴെങ്കിലും കൈ ഒടിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒടിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോ ശരിക്കും പറഞ്ഞിട്ട് നമ്മളത് കൈ അനക്കാതെ, ഒരു 10 നമ്മുടെ കൈ അനക്കാതെ ഒന്ന് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? 10-15 മിനിറ്റ് നമ്മളൊന്നും ചെയ്യരുത്. അത് നമ്മൾ സാധാരണ നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണം. പക്ഷെ നമ്മുടെ കൈകൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വെറുതെ ഒന്നിരിക്കുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഫോണിൽ സ്ക്രോൾ ചെയ്യാനായിട്ടാണെങ്കിൽ പോലും നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. സോ ഹാൻഡ് ഇല്ലാണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അല്ലെ? സാധാരണ നോർമലി അങ്ങനെയല്ലേ? അങ്ങനെയാണ്. നമുക്ക് കൈ ഒടിഞ്ഞ് കെട്ടണം തന്നെ ഇല്ല. എപ്പോഴെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോ രണ്ട് കയ്യില് മെഹന്തി ഇട്ടാൽ തന്നെ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. അത് എടുക്കണ വരെ നമുക്കൊന്നും ചെയ്യാൻ എന്തൊക്കെയോ വെപ്രാളായിരിക്കും, ഒന്നും എടുക്കാനോ തൊടാനൊന്നും പറ്റാതെ. ഓക്കെ, ഒന്ന് മെഹന്തി ഇട്ടത് ആള് പറഞ്ഞ പോലെ ശരിയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ലാസ്റ്റ് മെഹന്തി ഇട്ടത് എന്റെ മാരേജിന്റെ സമയത്തായിരുന്നു. അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്താ പറയാ, നമുക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിലും വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിലും അപ്പോൾ മറ്റൊരാളുടെ സഹായം വേണം. നമ്മുടെ കൈ എന്തോ ഇതുപോലെ അല്ലെ, ആരോ കെട്ടിയിട്ട പോലെ നമുക്കൊരു ഫീലിംഗ് ആയിരിക്കും തോന്നുന്നു. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു ഫാക്ടറാണ് നമ്മുടെ ഹാൻഡ്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. സോ നമ്മൾ ഈ മൂവ്മെന്റ്സിന്റെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലക്സ് ആണ്. നമുക്കത് നോക്കാം, നമുക്കത് പഠിക്കാനുണ്ട്. ആ സമയത്ത് നമുക്ക് നോക്കാം. നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് വേണം മൂവ്മെന്റ്സ് ചെയ്യാനായിട്ട്. സോ ചൈൽഡ് നമ്മൾ പറയുന്നുണ്ട് സൈക്കോളജിക്കൽ നമ്മൾ അങ്ങനത്തെ ഒരു ഓർഗാനിസം ആണ്. നമ്മൾ എന്താ പറയുക, ഇമോഷൻസും നമ്മൾ മറ്റുള്ള ഇതായിട്ട് നിങ്ങൾ ഇത് ജീവിക്കേണ്ട ഒരു ഇതാണ്. അപ്പൊ നമ്മുടെ മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റുള്ളവർക്ക് ദോഷകരമായ രീതിയിലൊന്നും മൂവ് ചെയ്യരുത്. നല്ല രീതിയിൽ വേണം നമ്മളുടെ ഓരോ മൂവ്മെന്റ്സും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. സോ ഇനി നമ്മൾ മൂവ്മെന്റ്സിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ മൈൻഡ് അല്ലെങ്കിൽ മെന്റൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് പെട്ടെന്ന് കൈവരിക്കാനായിട്ട് കുട്ടികൾക്ക് പറ്റും. സോ ഈ ഒരു സെഷൻ മൂവ്മെന്റ്സിന്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഓക്കെ, നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം കേട്ടോ എല്ലാവരും.
ബാക്കിയുള്ളവരും വായിച്ചോ? ഓക്കെ, ഞാൻ എല്ലാവരും കൊണ്ട് ചോദിക്കും അവർക്ക് എന്താണ് മൊമെന്റ്സ് എന്ന് മനസ്സിലായതെന്ന്. അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് നല്ല രീതിയിൽ റീഡ് ചെയ്യുക, എന്നിട്ട് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുക ആരെ കൊണ്ട് വായിക്കണം. ഓക്കെ, ഓക്കെ, എല്ലാവരും വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കി. ഓക്കെ, ഓരോരുത്തരും പറഞ്ഞു തുടങ്ങിക്കോ അവർക്ക് എന്താണ് മൊമെന്റ്സിനെ കുറിച്ച് മനസ്സിലായത്. ഞാൻ കുറെ പറഞ്ഞു, അപ്പൊ അത് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതൊന്ന് പറയണം കേട്ടോ. ജസ്റ്റ് ഞാൻ എന്താ പറയുക, ഞാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ജീന പറഞ്ഞോട്ടെ ആദ്യം. ജീന. ഓക്കെ മാം. മോണ്ടിസോറി മെത്തേഡിൽ മൂവ്മെന്റിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് മോണ്ടിസോറി മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്. കുട്ടികളുടെ ഡെവലപ്മെന്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മൂവ്മെന്റ് ആണ്. അതിപ്പോൾ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തും അതുപോലെ തന്നെയാണ്. നമ്മുടെ കൈകളാണ്, നമ്മുടെ ബോഡി മൂവ്മെന്റ്സും നമ്മുടെ കൈകളിലെ ചലനമൊക്കെയാണ് നമ്മുടെ ബ്രെയിനും എല്ലാം ആ കോർഡിനേഷൻ നടക്കുമ്പോഴാണ് എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ മനസ്സ് എത്തുന്നിടത്ത് കൈയെത്തണം, നമ്മുടെ കൈയെത്തുന്നിടത്ത് മനസ്സെത്തണം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതൊക്കെ വളരെ ഈ മൂവ്മെന്റ് എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ മൈൻഡിന്റെ ചലനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ചലനങ്ങളും എല്ലാം ഒരുമിച്ച് ബന്ധപ്പെട്ടിരിക്കുകയാണ്. രണ്ടും കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് ചെയ്യാനാവണം. നമ്മുടെ ശരീരം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ബ്രെയിനും കൂടെ സഹായിക്കണം.
രണ്ടും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ മൂവ്മെന്റ്സ് കുട്ടികളിലെ ഈ മൂവ്മെന്റ്സ് അവർക്ക് കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസുകളും നമ്മൾ മോണ്ടിസോറി മെത്തേഡിൽ പറയുന്നുണ്ട്. മൂവ്മെന്റ്സ് എളുപ്പമാക്കാൻ അവർക്ക് റൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ കൈയിൻ്റെ മൂവ്മെന്റ്സ് എല്ലാം ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും എല്ലാം നമ്മുടെ അതിൽ വരുന്നത്. അതിനുള്ള ടൂൾസും എല്ലാം മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ കുട്ടികളുടെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരിക്കും. നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഓരോ ആക്ഷൻസ് അവർ ചെയ്ത് കഴിയും. ഭയങ്കര സ്പീഡായിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടാകും, സ്ലോ ആയിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടാകും. അപ്പോൾ ഓരോ കുട്ടികളുടെയും കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവരുടെ മൂവ്മെന്റ്സിലും മോസ്റ്റ്ലി കുട്ടികൾ നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്ത് കഴിയുന്ന ഒരിതാണ്. ആ ആക്ഷൻസ് അവർ ചെയ്ത് കഴിയുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഭയങ്കര സ്പീഡായിരിക്കും അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ, ഭയങ്കര സ്പീഡായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് തന്നെ അവരത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. ഈ മൂവ്മെന്റ്സ് കൂടിയിട്ടാണ് അവരുടെ എക്സ്പീരിയൻസും എല്ലാം, ഇമോഷൻസും എക്സ്പീരിയൻസും എല്ലാം അവർ ലേൺ ചെയ്യുന്നത് ഈ മൂവ്മെന്റിൽ കൂടിയിട്ടായിരിക്കും ലേൺ ചെയ്യുന്നത്. അതുകൊണ്ട് മൂവ്മെന്റിന് വളരെ ഒരു ഇമ്പോർട്ടൻസ് മോണ്ടിസോറിയിൽ പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കേടാ. വേറെ ആരാ പറയുന്നേ മൂവ്മെന്റ്സിനെ കുറിച്ചിട്ട്? ഇവിടെ ഹാൻഡ്സിനെ കുറിച്ച് പറഞ്ഞില്ല, ഹാൻഡ് മൂവ്മെന്റിനെ കുറിച്ച് പറഞ്ഞില്ലട്ടോ ചെയ്താ. വിവിധയാണ് നെക്സ്റ്റ് പറയണത്, പറഞ്ഞോട്ടാ. ഓക്കെ. മോണ്ടിസോറിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മൂവ്മെന്റിനാണ്. നോർമൽ സ്കൂളിലെ കുട്ടികൾക്ക് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവർക്ക് മൂവ് ചെയ്യാൻ ടീച്ചേഴ്സിന്റെ പെർമിഷൻ വേണം. പക്ഷെ മോണ്ടിസോറി പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ മൂവ് ചെയ്യാൻ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അവർക്ക് ഇഷ്ടമുള്ള അടുത്ത് നടക്കാം, ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം. അത് അവരുടെ മെന്റൽ ഹെൽത്ത് നല്ല രീതിയിൽ ഡെവലപ്പ് ആക്കുന്നു. മൂവ്മെന്റ് എന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് നല്ല രീതിയിൽ ക്രിയേറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് എന്ന് ഗ്രേറ്റ് ഫിലോസഫേഴ്സ് പറയുന്നുണ്ട്. ഓരോ ആക്ടിവിറ്റീസും ഗെയിമിന്റെ രൂപത്തിലാണ് മോണ്ടിസോറിയിൽ നൽകുന്നത്. മെന്റൽ ഡെവലപ്മെന്റ് മൂവ്മെന്റ് ആയി കണക്റ്റഡ് ആണ്. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ മൂവ് ചെയ്യുന്നില്ല, അവർ പതുക്കെയാണ് കൈയിട്ടിളക്കും, പിന്നെ കാല്, പിന്നെ അവർ കമഴുന്നു, പിന്നെ തല പൊക്കുന്നു, അങ്ങനെ പതുക്കെയാണ് മൂവ്മെന്റ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഓരോ ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കുന്നത് വഴിയാണ് കുട്ടികളിൽ ഡെവലപ്മെന്റ് നടക്കുന്നത്. മൂവ്മെന്റ് എന്നത് ഓരോ സ്റ്റേജിലും വ്യത്യസ്തമായിരിക്കും. ചെറിയ രീതിയിലാണ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. മൂവ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് ഹാൻഡ് ആണ്. ഹാൻഡ് കൊണ്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഒരു സാധനം എടുത്തു നോക്കുന്ന ഒരു കുട്ടികൾ അങ്ങനെ ഹാൻഡുമായിട്ട് കണക്റ്റഡ് ആണ് മൂവ്മെന്റ്. ഓരോ മൂവ്മെന്റും സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാൻഡിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കേടാ. ഇമ്പോർട്ടന്റ് ഒരു ഫാക്ടർ എന്താണ്? ഹാൻഡ് ആണ് മൂവ്മെന്റ്സില്. മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മെന്റൽ ഡെവലപ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. സോ നമ്മൾ മൂവ്മെന്റ് കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ. ദെൻ ഞാൻ പറയാൻ പറ്റുന്നത്, നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഈ ആക്ടിവിറ്റി വന്നിട്ടുണ്ടായിരുന്നോ നിങ്ങൾക്ക്? മിസ്സേ സിബിന്റെയും ആ ബട്ടന്റെ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കളറിംഗ് ബോക്സിന്റെ ചെയ്തിട്ടുണ്ട്. കുറെ പേര് അന്ന് ചെയ്തായിരുന്നു, ഞാൻ കാണിച്ചിട്ടില്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കളർ ബോക്സ് ഉണ്ടാക്കാൻ പറഞ്ഞായിരുന്നു, അത് അടുത്ത ആഴ്ചത്തേക്ക്, അടുത്ത നെക്സ്റ്റ് വീക്കിലേക്കാണ് ക്ലാസ്സസ്. ഒരാഴ്ച ക്ലാസ്സിൽ ചെറിയതായിട്ട് മറന്നു. വിവിധ പ്രസന്റ് ചെയ്തോട്ടാ. മാം കാണാമോ? ഓക്കെ. ബട്ടൺ ഫ്രെയിം ആണ്. ഇതിന്റെ മാം ഷൂ. ഷൂ
ഇത് തെർമോക്കോളില് ചെയ്തതാ. റിയലി? തെർമോക്കോളില് കാർഡ്ബോർഡ് കട്ടിയാക്കി അതിന്റെ പീസ് ഇതിന്റെ അകത്തേക്ക് വെച്ച് ഒട്ടിച്ച് ഫില്ല് ചെയ്തേക്കണതാ. എന്നിട്ട് ഇത് കളർ ദൈവമേ, ഞാൻ ഷൂ ആന്ന് വിചാരിച്ചു. ശരിക്കും നോർമൽ ഷൂ എടുത്ത് കാണിക്കാന്ന് വിചാരിച്ചു. എന്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി തന്നതാ. നല്ലതാട്ടോ. ഞാൻ ജസ്റ്റ് ഷൂ ലേസ് ഫ്രെയിം കാണിക്കാന്ന് പറഞ്ഞിട്ട് ഷൂ എടുത്ത് കാണിച്ചപ്പോ ഞാൻ ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നത്, മടി കഴിഞ്ഞിട്ട് ഷൂ അതാണ് വിചാരിച്ചത്. നല്ലതാ. ഓക്കെ, പിന്നെ കളറിംഗ് ബോക്സ് ആണ് അടുത്തൊരു ആക്ടിവിറ്റി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ അത് നെക്സ്റ്റ് വീക്കിലേക്ക് അല്ലേ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഇമ്പോർട്ടൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, മൊമെന്റ്സിന്റെ ഇമ്പോർട്ടൻസ് സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോ അത് പറഞ്ഞു തീർക്കാനായിട്ട് പറ്റില്ല. എന്നാലും നമ്മൾ സാധാരണയായിട്ട് കുട്ടികൾക്ക് മൊമെന്റ്സിന് നല്ല ഫ്രീഡം കൊടുക്കണം. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്താണ് നല്ല ഫ്രീഡം കൊടുക്കണം മൂവ് ചെയ്യാനായിട്ട്. അവർ ഫ്രീഡം നമ്മൾ എന്തെങ്കിലും കൊടുക്കണം, പ്രൊവൈഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അവരുടെ കുട്ടികളുടെ കൺവീനിയൻസ് അനുസരിച്ച് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റണം. മിസ് ഞാൻ നടന്നോട്ടെന്ന് ചോദിക്കുമ്പോൾ നോട്ട് അവരോട് പറയുന്നത് നടക്കാൻ പാടില്ല, ഇവിടെ തന്നെ സീറ്റ് ഇരിക്കണം എന്ത് സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും നോർമൽ സ്കൂളിൽ പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ പറയുന്നത് അവർക്കൊന്ന് നടക്കണം തോന്നിക്കഴിഞ്ഞാൽ അവർ നടന്നോട്ടെ, നമുക്ക് അവർക്ക് ആ ഒരു കൺവീനിയൻസ് പ്രൊവൈഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യണം, അവരെന്താണ് ചെയ്യുന്നത്, അവർ ആ എൻവയോൺമെന്റ് എന്താ ചെയ്യുന്നത്. നമുക്ക് മോണ്ടിസോറിയിലേക്ക് വരുമ്പോൾ എന്താണ് നമ്മൾ ആ ഒരു ഫ്രീഡം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ അവർക്ക് മൂവ് ചെയ്യാനായിട്ട് അവർക്ക് സ്വയം ആ ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ അതേപോലെ തന്നെ നമുക്ക് ഏത് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ഏതാണ് അത് സെലക്ട് ചെയ്യാനും അതിനനുസരിച്ച് മൂവ് ചെയ്യാനും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് കുറച്ചും കൂടി എന്ത് കിട്ടാണ്, ഫ്രീഡം കിട്ടാണ്, കൂടുതലായിട്ട് ഫ്രീഡം നമുക്ക് കിട്ടാണ്. സോ അപ്പൊ നമുക്ക് അവിടെ ഡെവലപ്മെന്റ് പെട്ടെന്ന് കൈവരിക്കാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ മോണ്ടിസോറി ക്ലാസ് റൂമില് സാധാരണ സ്കൂളിലാണെങ്കിൽ നമ്മള് ലെക്ചർ ക്ലാസ്സിനെ പറയുന്ന ഒരു പേരാണ് പാസീവ് ലേണിംഗ്. ജസ്റ്റ് ഞാൻ ഇവിടെ ഇരുന്ന് ക്ലാസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നോട്ട്സ് എടുത്തിട്ടുണ്ട്, ബോർഡിൽ കുറെ പ്രോബ്ലംസ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ വന്നിരുന്ന് ചെയ്യാണ്, അല്ലെങ്കിൽ അത് ജസ്റ്റ് കോപ്പി ചെയ്യാണ്. അങ്ങനെ ഒരു ക്ലാസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെക്ചർ ക്ലാസ് ഓർ പാസീവ് ലേണേഴ്സ് എന്ന് പറയുന്നത്. അല്ലാത്തതാണ് നമ്മളുടെ ക്ലാസ് മോണ്ടിസോറി. ഇവിടെ ആക്റ്റീവ് ലേണേഴ്സ് ആണ്. ഓരോ ആക്ടിവിറ്റി ചെയ്യിച്ചാണ് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. സോ ഇവിടെ ചെയ്യുന്നത് ആക്റ്റീവ് ലേണിംഗ് ആണ്. ഓക്കെ ദിവ്യ, ലീവ് ചെയ്യാറായിട്ടുണ്ടെങ്കിൽ ലീവ് ചെയ്തോട്ടാ. അപ്പൊ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആക്റ്റീവ് ലേണിംഗ് ആണ്. സോ പാസീവ് ലേണിംഗിനേക്കാളും കൂടുതൽ കുട്ടികൾ ഡെവലപ്മെന്റ് കൈവരിക്കുന്ന ആക്റ്റീവ് ലേണിംഗ് ചെയ്യുന്ന കുട്ടികളായിരിക്കും. ഓരോ ആക്ടിവിറ്റീസ് ചെയ്താണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ അവർക്ക് എന്താണ് കൂടുതലായിട്ട് നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പൊ നിങ്ങളായാലും നിങ്ങൾ ആദ്യം വിചാരിച്ചു ജസ്റ്റ് ഓൺലൈൻ ക്ലാസ് അല്ലേ, ഞങ്ങൾ എങ്ങനെയാണ് ലെക്ചർ ക്ലാസ് മാത്രമല്ലേ കിട്ടുള്ളൂ, ആക്ടിവിറ്റീസ് ഒന്നും കിട്ടില്ല, ഭയങ്കര ഒരു പ്രശ്നമായിരുന്നില്ലേ നിങ്ങൾക്ക്? അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, മെറ്റീരിയൽസ് യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ നമുക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു എങ്ങനെയായിരുന്നു ക്ലാസ് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു ആക്ഷൻ സോങ് ചെയ്യാൻ പറഞ്ഞാൽ നല്ല കോൺഫിഡന്റ് ആയിട്ട് വന്ന് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുമല്ലേ? ഓക്കെ, ഒരു ആക്ഷൻ സോങ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു മിടുക്കി കുട്ടികളായിട്ട് വന്ന് ചെയ്യും. കാരണം എന്താണ്, നിങ്ങൾ അതിലേക്ക് ഞങ്ങൾ ട്രെയിൻ ചെയ്തു. ആക്ഷൻ സോങ് എങ്ങനെയാണ്, അതേപോലെ ഓരോ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓരോ മെറ്റീരിയൽസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ കണ്ടത്. ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഷൂ ആണ് കാണിക്കുന്നത്, ആ ഷൂ ലേസ് കാണിക്കാണ്. പക്ഷെ അതല്ല, നല്ല ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്ത ഷൂ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ കുട്ടികൾക്ക് അത് കാണുമ്പോൾ ഓക്കെ ഇതാണ് മനസ്സിലായി, അവർക്ക് അത് ചെയ്യാനുള്ള ഭയങ്കര താല്പര്യം. ഓക്കെ, സാധാരണ മൊമെന്റ്സിന് വളരെ സാധാരണ സ്കൂളിനേക്കാളും കൂടുതൽ മൊമെന്റ്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. മോണ്ടിസോറി സ്കൂളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് മൊമെന്റ്സ് എന്ന് പറയുന്നത്. പഴയ ട്രഡീഷണൽ ക്ലാസ് റൂമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ മോണ്ടിസോറി ക്ലാസ് റൂമില് മൊമെന്റ്സിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മളിവിടെ ഫ്രീലി കുട്ടികളെ മൂവ് ചെയ്യാൻ, അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ ഓരോ കുട്ടിക്കും കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനും
അവർക്കത് അതിൽ ഇംപ്രൂവ്മെന്റ്, അത് മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും മെന്റൽ ഡെവലപ്മെന്റ് കൈവരിക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മൂവ്മെന്റ്സ് ആൻഡ് ഡിസ്കവറി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് ആരാ പറയുന്നേ? സൈൻ ഔട്ട് ആരാ പറയുന്നേ? അറിയില്ല. ലാസ്റ്റ് ആവുമ്പോഴേക്ക് എല്ലാവരും ലീവ് ആവുകയാണ്. എന്താ മടിയാണോ? മാം ഞാൻ തന്നെ പറയാം. ഓക്കേടാ. മാം ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇപ്പൊ 2 ദിവസമായിട്ട് ഞാൻ ഒരു ഡാൻസ് ക്ലാസ്സിന് ചേർന്നു, ക്ലാസിക്കൽ ഡാൻസിന്. മിസ് എപ്പോഴും പറയായിരുന്നല്ലോ നമ്മുടെ ആഗ്രഹങ്ങള് എത്ര പ്രായമായാലും നമ്മള്, അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ 2 ക്ലാസ്സിൽ ചേർന്നിട്ടുള്ളൂ. പക്ഷെ മുദ്ര ഒരു 3-4 പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മുദ്ര ഒന്ന് കാണിച്ചു തരാം. പതാക, തൃപ്പതാക, അർത്ഥപതാക, കർത്തരി മുഖം, മുഷ്കി, അർത്ഥചന്ദ്രൻ. ഇത്രേ പഠിച്ചിട്ടുള്ളൂ മിസ്സേ. 2 ക്ലാസ്സിന് പോയിട്ടുള്ളൂ. ഓക്കേടാ. നമ്മളുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മാറ്റി വെക്കരുത്. നാളത്തേക്ക് വിചാരിച്ച് മാറ്റി വെക്കരുത്. ഭയങ്കര ഇഷ്ടമായി. കാരണം ഡാൻസിന് ഒരു പാഷനറ്റ് ആണെങ്കിൽ എന്തായാലും ചെയ്യുന്നത് നല്ലതാണ്. വീടിന്റെ അടുത്ത് തന്നെയാണോ പോയത്? അതെ അതെ, അടുത്ത് തന്നെയാ. കൺഗ്രാറ്റ്സ്ടാടാ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നല്ലതായിരുന്നു. ഇന്നത്തെ ക്ലാസ് കോർഡിനേറ്റ് ചെയ്ത അപർണ മാമിനും പിന്നെ ഈ ക്ലാസ്സിൽ എല്ലാവരും പ്രസന്റ് ആയ എല്ലാവർക്കും, അതുകൂടാതെ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ടെക്നിക്കൽ ടീമുണ്ട്, അവർ നല്ലപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് നല്ല രീതിയിൽ നടക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ അവരെയും ഈ ക്ലാസ്സിൽ നമ്മൾ നന്ദി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു വിവിധ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.